ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞാൻ സ്ഥിരം വരാറുള്ള ബസ്സിലെ പരിചയക്കാരനായ ഡ്രൈവർ ചേട്ടനെ കൊണ്ട് എനിക്കൊരു സീറ്റ് തരപ്പെടുത്തി വെച്ചിരുന്നു. ഓൺലൈൻ ചെയ്യുന്നതിനേക്കാൾ പുള്ളിയെ വിളിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഉപകാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല ചിക്സൊക്കെ ഒറ്റയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ പുള്ളി അവരുടെ തൊട്ടടുത്ത സീറ്റൊക്കെ എനിക്ക് തരപ്പെടുത്തി തരും. പകരം ഞാൻ പുള്ളിക്ക് ഇടയ്ക്കൊക്കെ ഒരു കുപ്പി ഓഫർ ചെയ്യാറുണ്ട്. ഇത് ഞങ്ങൾക്കിടയിൽ മാത്രം രഹസ്യമായ ഒരു ഡീലാണ്. ആളുകളുടെ ക്യാരക്ടർ നോക്കി ഞാൻ അവരിൽ പലരെയും മുതലാക്കാറുമുണ്ട്. പക്ഷേ സാഹചര്യം ഒത്തുവരുവാണെങ്കിലും വഴങ്ങുന്നവരുമാണെങ്കിൽ മാത്രം റിസ്ക് എടുക്കാറില്ല. ഡാ, ഇന്ന് ചിലപ്പോൾ നിനക്കൊരു കോളിന് ചാൻസ് ഉണ്ട്. 14-ൽ ഒരു സ്ത്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. 15-കാരിയാണ്. നിനക്കത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, ബസ്സിലെ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. ഏതെങ്കിലും മെരുങ്ങുന്നൊന്നായിരിക്കണേ, വേറെ ഒരു ഡിമാൻഡുമില്ല. അവിടെ എത്തും വരെ ബോറടിച്ചിരിക്കേണ്ടല്ലോ, ഞാൻ മനസ്സിലോർത്തു. ഞാൻ കണ്ണൂർ ടൗണിൽ നിന്നായിരുന്നു ബസ്സിൽ കയറിയേണ്ടിയിരുന്നത്. 9:10 ആയപ്പോഴേക്കും ബസ് എടുത്തു. എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തിരിക്കേണ്ട സീറ്റിൽ അപ്പോഴും ആൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ കുറച്ച് അപ്പുറത്ത് നിന്ന് എവിടുന്നെങ്കിലും കയറേണ്ടതായിരിക്കും. എങ്കിലും ഞാനൊരു സംശയത്തിന് ഡ്രൈവർ ചേട്ടനെ വിളിച്ചു. ആളെവിടെ കാണുന്നില്ലല്ലോ, പോസ്റ്റ് ആകുമോ? ഇല്ലടാ, അവർ മട്ടന്നൂരിൽ നിന്ന് കയറേണ്ടതാ. പിന്നെ ചെറുപ്പക്കാരി പെൺപിള്ളേരൊന്നുമല്ല, ഒരു സ്ത്രീയാണ്. ബുക്കിംഗ് ലിസ്റ്റ് 40 വയസ്സെങ്ങാണ്ടാണ് കണ്ടത്. നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. ചേട്ടൻ അതും പറഞ്ഞ് ഒരു ചിരി ചിരിച്ച് ഫോൺ കട്ട് ചെയ്തു. മട്ടന്നൂരിലേക്ക് ഒരു 30 കിലോമീറ്റർ കൂടിയുണ്ട്. എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂറാകും. പട്ടിണിയാക്കരുതേ, ഞാൻ മനസ്സിൽ സ്വയം ആശങ്ക പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് മര്യാദയ്ക്കൊന്ന് കളിക്കാൻ പോയിട്ട് വിടാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. അവധി ദിവസമായിരുന്നാൽ ഇന്നത്തെ ബസ്സിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. മിക്കവാറും സീറ്റുകളൊക്കെ കാലിയായിരിക്കാനാണ് സാധ്യത. ഞാൻ ഫോണിൽ സ്ക്രോളിക്കൊണ്ടങ്ങനെ അലസമായി എൻ്റെ സീറ്റിൽ ചാരിക്കൊണ്ടിരുന്നു. AC-യുടെ തണുപ്പ് ബസ്സിനകം തണുപ്പിച്ച് വരുന്നതേയുള്ളൂ. ബസ് മട്ടന്നൂർ എത്താറായിരിക്കുന്നു. ഞാൻ ഫോണിലുള്ള നോട്ടം വിട്ടു ക്യാബിൻ ഡോറിൻ്റെ അടുത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏറെക്കുറെ എൻ്റെ സീറ്റ് ബസ്സിൻ്റെ നടുവിലായിരുന്നതിനാൽ എൻ്റെ സീറ്റിനടുത്തേക്ക് വരേണ്ട ആ പീസിനെ മുഴുവനായി സ്കാൻ ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്കുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ബസ് നിർത്തിയപ്പോൾ 2-3 പേർ കയറി. 2 പുരുഷന്മാർ എൻ്റെ സീറ്റിന് 3 സീറ്റ് മുന്നിൽ വന്നിരുന്നു. ഞാൻ കാത്തിരുന്ന ആ അജ്ഞാതയായ സ്ത്രീ ഏറ്റവും അവസാനത്തിൽ കടന്നു വരുന്നത് കണ്ടു. വാവോ! ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ ടെൻഷൻ മാറിക്കിട്ടി. സുന്ദരിയായ ഒരു ആൻറ്റി. കണ്ടാൽ നേരത്തെ ചേട്ടൻ പറഞ്ഞ അത്ര പ്രായമൊന്നും തോന്നില്ല. ഒരു കേരളീയ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചേച്ചി. വൃത്തിയായി ഉടുത്ത സാരിയാണ് വേഷം. എങ്കിലും ആ ശരീരത്തിൻ്റെ അംഗലാവണ്യം എന്നെ ഏറെ ആകർഷിച്ചു. ചേച്ചി ഓരോ സീറ്റും തിരഞ്ഞ് ചേച്ചിയുടെ സീറ്റ് നമ്പർ നോക്കി എൻ്റെ തൊട്ടടുത്ത സീറ്റിനടുത്ത് വന്നു. ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു, ഇതാണ് എൻ്റെ സീറ്റ്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ചേച്ചി ഇരിക്കേണ്ട സീറ്റിൽ ഞാൻ എൻ്റെ ചെറിയ വാട്ടർ ബോട്ടിലും എൻ്റെ ഒരു കുഞ്ഞു ബാഗും വെച്ചിരുന്നു. ഞാൻ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടും എൻ്റെ സീറ്റിന് മുന്നിലെ ഡ്രോയിലേക്ക് മാറ്റി. ചേച്ചി ഒരു താങ്ക്സ് പറഞ്ഞ് സീറ്റിലിരുന്നു. ഞങ്ങൾ ഒന്നുകൂടി പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ചേച്ചിയിൽ നിന്നും ഉയർന്നു വന്ന യാർഡ്ലിയുടെ ഒരു ലൈറ്റ് പെർഫ്യൂമിൻ്റെ മണം എനിക്ക് ഏറെ ഇഷ്ടമായി. ചേച്ചിയുടെ വിരിഞ്ഞ അരക്കെട്ട് അവരുടെ സീറ്റിൽ ഉൾക്കൊള്ളാനാകാതെ എൻ്റെ ഇടുപ്പിലും ചേർന്നൊട്ടിക്കൊണ്ട് ഇരിപ്പിടം പങ്കിട്ടു. കണ്ടിട്ട് ചേച്ചി അത്ര ജാടക്കാരിയായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾക്കിടയിൽ ഒരു സംഭാഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും വലിച്ച് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ഞാൻ പെർഫ്യൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ചേച്ചി, നൈസ് പെർഫ്യൂമാണ് കേട്ടോ. പ്രത്യേകം പറയാൻ കാരണം, ഞാൻ എല്ലാ വീക്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് മിക്കവാറും അടുത്തിരിക്കുന്നവരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാറില്ല. ചിലതൊക്കെ വല്ലാത്ത തലവേദനയും ഉണ്ടാക്കാറുണ്ട്. എന്തായാലും നൈസ് സ്മെല്ലാണ്, ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി ഒരു ആകർഷമായ ചിരിയോടെ എന്നോട് നന്ദി പറഞ്ഞു. ഞാനല്ലേ നന്ദി പറയേണ്ടത്? താങ്ക് യു, ഒരു നല്ല വൈബ് തന്നതിന്. അതിൻ്റെ കാര്യമൊന്നുമില്ല. എന്തായാലും അങ്ങനെ പറഞ്ഞു കേട്ടതിൽ തന്നെ ഏറെ സന്തോഷം. വളരെ സൗമ്യമായും ഹൃദ്യമായുമുള്ള ചേച്ചിയുടെ സംസാര ശൈലി എനിക്ക് വേറെ ആകർഷണം തോന്നി. പതുക്കെ ഞങ്ങളുടെ സംഭാഷണം വലിയ ബോറില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചിക്ക് കോൾ വന്നു. സീറ്റ് കിട്ടിയതിനെ പറ്റിയും നാളെ ഇറങ്ങേണ്ട സ്ഥലത്തെ പറ്റിയുമുള്ള ഏകദേശം ധാരണയൊക്കെയാണ് മറുതലയ്ക്കുള്ള ആൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു. ബാംഗ്ലൂർ ചേച്ചിക്ക് വലിയ പരിചയമില്ലെന്ന് എനിക്ക് മനസ്സിലായി.
ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ മെനക്കെട്ടില്ല. കുറച്ച് നേരത്തെ സംഭാഷണത്തിനിടയിൽ ചേച്ചി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ബസ് ഇരട്ടി കഴിഞ്ഞിരുന്നു. ഇനി ഇടയിൽ നിന്നും ആരും കയറാനുണ്ടാകില്ല. ബസ്സിനകം പൊതുവെ ശാന്തവും ഒട്ടും തിരക്കില്ലാത്തതുമായി. ഇനി ആരും കയറാനില്ലാത്തത് കൊണ്ട് തന്നെ ബസ്സിനകത്തെ പ്രധാന ലൈറ്റുകളൊക്കെ അണഞ്ഞു. ഒരു ഇരുണ്ട നേരിയ നീല വെളിച്ചം മാത്രം. ആ വെളിച്ചം യാത്രക്കാർക്കൊക്കെ കൂടുതൽ പ്രൈവസി നൽകുന്നത് പോലെ എനിക്ക് തോന്നി. വിൻഡോ സീറ്റ് ആയതിനാൽ ഞാൻ കർട്ടൻ ഇത്തിരി നീക്കിയിട്ട് പുറത്തെ ഇരുണ്ട കാഴ്ചകളിലേക്ക് AC-യുടെ നേർത്തൊരു കുളിയിൽ അലക്ഷ്യമായി നോക്കിയിരുന്നു. ഒപ്പം എന്നോട് മുട്ടിയിരുമി ഇരിക്കുന്ന അപരിചിതയായ ആ സ്ത്രീയുടെ സ്പർശന സുഖവും ഞാൻ ആസ്വദിച്ചു കൊണ്ടങ്ങനെയിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ചേച്ചിയുടെ ചോദ്യത്തിൽ ഞാൻ എൻ്റെ പുറം കാഴ്ചയിൽ നിന്നും എൻ്റെ കണ്ണുകളെ പിൻവലിച്ചു. പറയൂ, എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. എനിക്ക് AC-യുടെ തണുപ്പ് അധികം പറ്റില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ആ വിൻഡോ സീറ്റിൽ ഇരുന്നോട്ടെ? ഓ, അതിനെന്താ, നോ പ്രോബ്ലം. ഞങ്ങൾ പരസ്പരം സീറ്റുകൾ മാറിയിരുന്നു. സത്യത്തിൽ ചേച്ചി ചോദിച്ചത് എനിക്ക് വേറെ ഗുണമാണ് ചെയ്തത്. ഇപ്പോൾ ശരിക്കും ചേച്ചി ഒരു മൂലയിലേക്ക് ഒതുങ്ങിയ പോലെ എനിക്ക് തോന്നി. അവസരം ഒത്തുവന്നാൽ ഇതാണ് സൗകര്യം. സീറ്റ് മാറി കൊടുത്തതിന് നന്ദി അറിയിച്ചുകൊണ്ട് ചേച്ചി ഒരു താങ്ക്സ് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. തണുപ്പ് പ്രശ്നമാണോ? ഓ അതെ, എനിക്ക് തണുപ്പ് ഇത്തിരി മതി, തീരെ പറ്റൂല. അപ്പോൾ പിന്നെ ബാംഗ്ലൂർ തണുപ്പൊക്കെ ചേച്ചി എങ്ങനെ സഹിക്കും? സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. മോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ അവൾ വണ്ടിയിൽ നിന്ന് സ്ലിപ്പായി വീണിരുന്നു. കാലിന് ചെറിയ പരിക്കുണ്ട്. 2-3 ആഴ്ച എന്തായാലും റെസ്റ്റ് വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാലിന് ഉളുക്ക്. എന്തായാലും 2 ആഴ്ച ജോലിക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുമില്ല. അവിടെ ആകുമ്പോൾ അത്യാവശ്യം നോക്കാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നാട്ടിൽ വരുന്നതിലും ഭേദം അവിടെ തന്നെ ഇരിക്കുന്നത് നല്ലതെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സുറക്കുന്നില്ല അവളെ കാണാഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് 2 ആഴ്ചത്തേക്ക് പോകാമെന്ന് വെച്ചത്. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോൾ ചേച്ചിക്ക് ബാംഗ്ലൂർ എവിടെയാണ് പോകേണ്ടത്? അവളുടെ ഫ്ലാറ്റിൻ്റെ സ്ഥലം എനിക്ക് കൃത്യമായി പേരറിയില്ല. മടിവാള ഇറങ്ങാനാണ് പറഞ്ഞത്. അവിടെ അവളുടെ കൂട്ടുകാരി വന്ന് എന്നെ കൊണ്ടുപോകും. അപ്പോൾ കുഴപ്പമില്ല, ഞാനും അവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത്. ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. അറിയാത്ത സ്ഥലമല്ലേ. മകളുടെ കൂട്ടുകാരുടെ കയ്യിൽ ചേച്ചിയെ ഏൽപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ചേച്ചിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സത്യത്തിൽ ഞാൻ ഇറങ്ങേണ്ട സ്ഥലം മാറിപ്പോകുമോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. ഇപ്പോൾ അത് മാറിക്കിട്ടി. ഇനി പേടിക്കേണ്ടല്ലോ. ഞങ്ങളുടെ സംഭാഷണങ്ങൾ ഓരോ കാര്യങ്ങളെ ചുറ്റിപ്പറ്റി നീണ്ടുകൊണ്ടേയിരുന്നു. ചേച്ചി എൻ്റെ സാന്നിധ്യം കൂടുതൽ ആസ്വദിക്കുന്നതായി എനിക്ക് മനസ്സിലായി. സംഭാഷണങ്ങൾ ഓരോന്നായി നീട്ടിപ്പരത്തി പറയുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയപ്പെടുത്തുകയും ഓരോന്നും സംസാരിച്ചും കൊണ്ടിരുന്നു. ചേച്ചിയെക്കുറിച്ച് മനസ്സിലാക്കിയ രത്ന ചുരുക്കം പറയാം. ചേച്ചിക്കൊരു മോളാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ അവൾ ബാംഗ്ലൂരിൽ 1 വർഷമായി ജോലി ചെയ്തു വരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ചേച്ചി നാട്ടിലെ ഒരു സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപികയാണ്. ഭർത്താവ് 4 വർഷം മുമ്പേ മരിച്ചുപോയി. വീട്ടിലിപ്പോൾ ചേച്ചിയും അമ്മയും മാത്രമേ ഉള്ളൂ. ചേച്ചി ബാംഗ്ലൂരിൽ വന്നപ്പോൾ അമ്മയെ ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലാക്കിയിട്ടാണ് വരുന്നത്. പെട്ടെന്നൊരു കടന്നുകയറ്റം ചേച്ചിയിലേക്ക് എനിക്ക് പറ്റില്ല. എന്തായാലും സാവകാശം എടുക്കുമെന്ന് ഉറപ്പ്. അതിൽ എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കിപ്പോൾ യാതൊരു ഉറപ്പുമില്ല. ചേച്ചിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെ മാന്യതയുള്ള സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ശ്രമിച്ചു നോക്കാം. സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചേച്ചിയുടെ ആ സൗന്ദര്യത്തെ ചേച്ചി അറിയാതെ തന്നെ ആസ്വദിക്കുകയായിരുന്നു. നല്ല ഐശ്വര്യമുള്ള മുഖം, വിടർന്ന കണ്ണുകൾ, നീളമുള്ള മൂക്കിന് താഴെ ഒത്തിരി വലുതല്ലാത്ത കുഞ്ഞു ചുണ്ടുകൾ. ചായങ്ങളൊന്നും തേക്കാതെ തന്നെ ഇളം ചുവപ്പാണ് അവയ്ക്ക്. നീണ്ട കഴുത്ത്, പിന്നിലേക്ക് ഒതുക്കി മെടഞ്ഞു കെട്ടിയ മുടിക്ക് കഴുത്തിനും ഇടുപ്പിനും ഇടയിലെ മധ്യഭാഗത്തോളം നീളം കാണും. ആവശ്യത്തിന് നീളമുള്ള വിരിഞ്ഞ മാംസളമായ ശരീരം. കഴുത്തിന് താഴെ സാരി മറഞ്ഞു കിടക്കുന്നതിനാൽ കാണാൻ പറ്റുന്നില്ല. അധികം ചാടാത്ത വയറിൻ്റെ ഒരു വശം മാത്രമേ എനിക്ക് ചെറുതായെങ്കിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ബസ് ഇപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തിരിയുന്ന വളവുകളിൽ ബസ് തിരിക്കുമ്പോൾ പരസ്പരം ഞങ്ങളുടെ തുടകളും ചുമലുകളും നന്നായി മുട്ടിരുമുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് നന്നായി തണുക്കുന്നുണ്ടല്ലേ? ഞാൻ ചോദിച്ചു. തണുപ്പ് ഇപ്പോൾ കൂടി വരുന്ന പോലെ തോന്നുക. അവിടെ എത്തും വരെ സേക്കുക തന്നെ. ഇനി അങ്ങോട്ട് തണുപ്പ് എന്തായാലും കുറയില്ല. അവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. സാധാരണ ബസ്സിൽ ബ്ലാങ്കറ്റ് ഉണ്ടാകാറുള്ളതാണ്. ഇന്നെന്തോ സീറ്റിൽ കാണുന്നില്ല. ഞാൻ മുന്നിലെ ക്യാബിനിൽ പോയി ഡ്രൈവറോട് ചോദിക്കണം. എനിക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു. വേണ്ട, ചോദിക്കേണ്ട, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല ചേച്ചി പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ബ്ലാങ്കറ്റ് ഉണ്ട്, നമുക്കത് ഷെയർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സീറ്റിൽ ഞാൻ എഴുന്നേറ്റ് ടെക്റ്റിൽ വെച്ചിരുന്ന ബാഗിൽ എൻ്റെ ഡബിൾ ബ്ലാങ്കറ്റ് എടുത്ത് ചേച്ചിക്ക് കൊടുത്തു.
ഇഷ്ടക്കുറവില്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ. അപ്പോൾ നിനക്ക് വേണ്ടേ? അതിൽ കുഴപ്പമില്ല ചേച്ചി, എനിക്ക് ശീലമായി ഈ തണുപ്പൊക്കെ. ചേച്ചി നന്നായിട്ട് പുതച്ചോളൂ. വല്ല ജലദോഷവും പനിയോ വരുത്തണ്ട. കാലാവസ്ഥ ശീലമില്ലാത്തതല്ലേ. ഞാൻ ഇത്തിരി മാന്യത കയ്യിൽ നിന്നിട്ടുകൊണ്ട് ചേച്ചിയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞു. എങ്കിലും ചേച്ചിയോടൊപ്പം ആ ബ്ലാങ്കറ്റ് ഒരുമിച്ച് പങ്കിടാൻ എനിക്ക് വല്ലാതെ കൊതിയുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ ബ്ലാങ്കറ്റ് വാങ്ങി കഴുത്തോളം പൊതിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ഒത്തിരി നീളമുണ്ടല്ലോ ഇതിന്, ഒരു വശം എനിക്ക് നീട്ടി ചേച്ചി പറഞ്ഞു. ശീലമായെന്ന് പറഞ്ഞ് അസുഖം പിടിച്ചു വരുത്തണ്ട. അവിടെ തന്നെയല്ലേ താമസിക്കുന്നേ. വയ്യാണ്ടായാൽ ആരുണ്ടാകില്ലല്ലോ നോക്കാൻ അവിടെ. മര്യാദയ്ക്ക് ഇത് വാങ്ങി പുതയ്ക്ക്. അത് കേട്ടപ്പോൾ സ്വാതന്ത്ര്യത്തോടെയും അധികാരത്തോടെയും ചേച്ചി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. കാര്യങ്ങൾ ഏറെക്കുറെ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുമെന്ന് മനസ്സ് പറയാൻ തുടങ്ങി. പുതപ്പിൻ്റെ ഒരറ്റം വാങ്ങി ഞാനും ആ ബ്ലാങ്കറ്റിനകത്ത് കയറിപ്പറ്റി. സത്യത്തിൽ ബ്ലാങ്കറ്റ് പുതച്ചപ്പോൾ ആണ് സത്യം മനസ്സിലായത്. എ സിയുടെ തണുപ്പിൽ തമ്മിൽ ചേർന്ന് കൂട്ടിയിരുമെന്നുണ്ടായിരുന്നെങ്കിലും ബ്ലാങ്കറ്റിനകത്ത് കയറിയപ്പോഴാണ് ചേച്ചിയുടെ ശരീരത്തിൻ്റെ ചൂട് എൻ്റെ ശരീരത്തിലേക്ക് മുട്ടിയിരുമുന്ന തുടകളിലൂടെയും ഷോൾഡറിലൂടെയും എന്നിലേക്ക് പകരുന്നത് ഞാൻ അറിഞ്ഞത്. ചേച്ചിക്കും അങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. ബസ്സിൻ്റെ വളവിലും തിരിവിലുമുള്ള ആ ഞെരുക്കത്തിൽ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് അറിയാത്ത വണ്ണം കൂടുതൽ ചേർന്നിരുന്നു. പതുക്കെ പാൻറ്റിനകത്ത് കിടന്ന് മുക്കാൻ തുടങ്ങി. ഞാൻ കൈകൊണ്ട് പാൻറ്റിന് പുറത്തുകൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ആയെന്ന് അളന്നു നോക്കി. കുറച്ചുകൂടി മുക്കാനുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ ചേച്ചിയുടെ ചൂട് എനിക്ക് വേണം. ചേച്ചിക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു. ഓ, ഈ തണുപ്പത്തിൽ നിന്ന് ഉറക്കമൊന്നും പെട്ടെന്ന് വരുമോ എന്നറിയില്ല, നോക്കട്ടെ. ഒരു 10 മിനിറ്റിനകം തന്നെ ചേച്ചിയുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് ലയിച്ചു. അതോടൊപ്പം തന്നെ ചേച്ചി ഇപ്പോൾ എൻ്റെ തോളിലാണ് തല ചായ്ച്ച് കിടക്കുന്നത്. ആ കിടപ്പ് കൂടി ആയപ്പോൾ എൻ്റെ നന്നായി മൂത്ത് കഴിഞ്ഞിരുന്നു. ചുറ്റുപാടും ഒന്നെത്തി നോക്കി. സേഫാണെന്ന് ഉറപ്പ് വരുത്തി ഞാൻ എൻ്റെ കൈയെടുത്ത് ചേച്ചിയുടെ തുടയിൽ വെച്ചു. പെട്ടെന്ന് ചേച്ചി കൈയെടുത്ത് എൻ്റെ കയ്യിലും പിടിച്ച് അമർത്തി. ചേച്ചി ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ പകച്ചു പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.